ഞങ്ങളുടെ വാദങ്ങൾ പറയട്ടെ. അഹ്ലുസുന്നയുടെ വാദം ബദരീങ്ങൾ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ തന്നെ രോഗം മാറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പറയും ഞങ്ങൾ മുശ്രിക്കാണ്, പറയ്, ബാക്കി അപ്പം പറഞ്ഞുതരാം. അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബദരീങ്ങൾ കാക്കും, ബദരീങ്ങൾ രോഗം മാറ്റും, ബദരീങ്ങൾ എല്ലാം തരും. ഹൽക്കിനൊരു മയനുണ്ട് അള്ളാന്റെ ഹക്കിൽ. അതേതാ? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരിക. അതാണ് അള്ളാഹുവിന്റെ ഹക്കിൽ ഹൽക്ക്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അത് അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് ഈസാ നബി ഹൽക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തസ്വീർ ചെയ്തു, രൂപകൽപ്പന ചെയ്തു. അപ്പൊ ആ അർത്ഥത്തിലാണ് ആള് മാറുന്നതിനനുസരിച്ച് മാറാന്നല്ലേ ഇതിൽ പറഞ്ഞേ. അപ്പോ മശായിഖന്മാരെ കുറിച്ച് വല്ലവനും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ ഹൽക്കെല്ലാം ഹൽക്കായി വരാൻ സബബായി വന്നവരാണ് കാലഘട്ടത്തിൽ അസ്ഹാബുൽ വക്തുകളായ മഹറുദന്മാർ. സബബ് എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞാല് വാബിയാവൂലേ? വേറൊരു സബബ് അതുകൊണ്ടല്ല വാബിയാത്, നിമിത്തമാണ്, കാരണമാണ് എന്ന് പറഞ്ഞപ്പം അത് വാബിയായി. ഓൻ സബബ് എന്ന് അറബി പറഞ്ഞാലോ സുന്നിയായി. അതാ വ്യത്യാസം. സബബല്ല, കാരണമല്ല എന്ന് പറയാതെ ഒരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ചങ്ങായിനെ അവിടെ പറഞ്ഞത് അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ, മറ്റുള്ളതൊക്കെ കാരണമാണ്. എത്ര സ്ഥലത്ത് എത്ര പ്രസംഗത്ത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഓനാണ് പിൻവലിച്ചിക്കാണ്ട് പോകുമ്പോൾ ആളായിക്കാണ് വന്ന് കാര്യം നമ്മളവിടെ നടക്കൂല. പിൻവലിച്ചിക്കാണ്ട് ചാനൽ 2020 വരെയുള്ളതൊക്കെ ഖാദിം സുന്ന എന്നുള്ള ചാനൽ പിരിച്ചിട്ടുകാണ്ട് പിൻവലിച്ചിക്കാണ്ട് ലാവത്ത് സൂഫിയാക്കിക്കാണ്ട് കുഞ്ഞാളികളെ പറ്റിക്ക ഞങ്ങളെ മുമ്പിൽ നടക്കില്ല. ഈ കാട്ടുകളും ശേഖരൻ എന്താ പറഞ്ഞാൽ ഒരുപാട് രോഗികൾക്ക് ശിഫക്ക് കാരണമായ CM വലിയുള്ളാഹിന്റെ വസീലയിൽ. അപ്പൊ CM വലിയുള്ളാഹി മുഖേന ഒരുപാട് ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താണ് CM വലിയുള്ളാഹി കാരണമായി പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് കാട്ടുകളും ശേഖരൻ അവിടെ പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് അതന്നെ പേരുസ്താദ് പറഞ്ഞിട്ടുള്ളൂ. പേരുസ്താദ് നിമിത്തമാണ്, കാരണമാണെന്ന് പറഞ്ഞാല് വഹാബി, ഇവർക്ക് സബബാന്ന് പറയാ, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പറയാൻ കഴിയില്ല. നമ്മളെ ചോദ്യം ചെന്നപ്പം ഓനക്ക് ഇങ്ങോട്ട് കക്കീലാണ്, മറുപടി പറയാൻ കഴിയില്ല. അവൻ പറയട്ടെ, ഓൻ തന്നെ ഇവിടെ എത്ര പറഞ്ഞു വെച്ചിരിക്കണ് മഹാന്മാർ കാരണമാണ്, നിമിത്തമാണ്, സബബാണെന്നൊക്കെ ഇവൻ തന്നെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് പേരുസ്താദ് പറഞ്ഞ മുമ്പ്. ഇപ്പൊ വ്യക്തമായി സമ്മതിച്ചു. മശായിഖന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഓലാണ് രോഗം മാറ്റി, ഓലെന്നെ മാറ്റണ്ടേ, ഓലെന്നെ ചെയ്യണ്ടേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓലെ സബബായി എന്നാണ്, കാരണമായി പ്രവർത്തിച്ചു എന്നാണ് എന്ന് ഈ കാട്ടുകള്ളൻ CK സഖാഫിന്റെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കി. അതാ പണ്ടായത്. ഹൽക്കും തേസീറും ആരാണോ ചോദിച്ചു, പറയാൻ കഴിയില്ല, മുണ്ടാട്ടുണ്ടായില്ല. ഇവരാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കുഫറായില്ലേ? അവിടെ സംഗതി പടച്ചു കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇവരാന്ന് പറയാൻ പറ്റുമോ? ഇവരാന്ന് പറഞ്ഞാൽ കുഫറായി. അപ്പൊ ഇവരെ പറ്റി പിന്നെന്താ പറയാൻ പറ്റുക? ഒരു സബബാണെന്ന് അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഈ കാട്ടുകള്ളം പറഞ്ഞേ. അതോടുകൂടി മുട്ടുമടക്കി പേരുസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഭാഗത്തിലേക്ക് എത്തി. അതിനപ്പുറം പറയാൻ കഴിയൂടാ, കഴിയൂല. ഈ ധൈര്യം ഈ ഗ്രൂപ്പിൽ വന്നിരിക്കേ, ഞാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ ഇസ്തിഹാസിയും എൻ്റെ തപസ്സിലൊക്കെ എന്നെ കൊണ്ട് തന്നെ പഠിപ്പിക്കും. മനസ്സിലായോ? സബബും ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ആദർശ മുന്നേറ്റം എന്ന് പറയുന്നത് നടത്തിക്കാണ്ട്, അല്ലെങ്കിൽ ഇക്കാലം എത്ര പ്രസംഗിച്ച 2020 വരെ പ്രസംഗിച്ച് പിൻവലിച്ച ആ പ്രസംഗങ്ങളൊക്കെ ഒന്ന് പുറത്തുവിട്. അപ്പൊ പിരിച്ചാൽ വിടേണ്ട ഒരു ദിവസം പ്രസംഗിച്ച നിങ്ങൾക്ക് അറിയാലോ, 3 കാട്ടുകള്ളന്മാർക്കും അറിയാലോ. കുഞ്ഞമ്മീനെ വിട്ടാളെ, കുഞ്ഞമ്മീന് ലാസ്റ്റ് കൂടിയില്ല. അവർക്ക് അതറിയാതെ എന്താ അന്തം വിട്ടുകാണ്ട് കൂടിയില്ല. അവർക്ക് എത്തി സബബ് അത്തപ്പുറത്ത് വയസ്സറ വാദത്ത് വിലക്കൊക്കെ ഇറക്കുക. കുറച്ച് ഒച്ചറൊന്നുമില്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ആദർശമായിട്ടോ എന്തെങ്കിലും അവൻ പറയില്ല. ഒരു ഹദീസ് ആയത്തോ ഓൻ പറഞ്ഞ ഹദീസ് ആയത്ത് ഈ സംഷാദ് മുമ്പിലൊക്കെ പറഞ്ഞ ആ കൂപ്പി ചെയ്യാണ്ട് കേട്ട് പറയാന്നല്ലാതാ കുഞ്ഞമ്മീന്റെ വകയായിട്ട് കുഞ്ഞമ്മ ആയത്തും ഹദീസ് ഓതറില്ല. കാട്ടുകളെ സമ്മതോ അല്ലെങ്കിൽ നൗഷാദ പറഞ്ഞ് ഈ പരിപാടി പറഞ്ഞ അടുത്ത പരിപാടി ഇപ്പം കേട്ട് എന്നിട്ട് അത് കൂട്ടിയടിച്ചു എഴുതി കൊടുത്ത് കണ്ട്. അല്ലാതെ ഓൻ്റെ വകമായിട്ട് എടുത്തുകാണ്ട് എന്തെങ്കിലും ഒരു ആദർശവും പറയില്ല. കുറേ തോന്നിയ പറയാന്നല്ലാതാ അതുകൊണ്ട് ഓനെ വിട്ടാളി. അതാ ഞാൻ പറയാൻ കാരണം. ഈ 2 കാട്ടുകള്ളന്മാരോട് പ്രസംഗിച്ച എത്ര പ്രസംഗമുണ്ട് ഒക്കെ പിൻവലിച്ചുകാണ്ട് ഇപ്പൊ നമ്മളെ സുന്നി ഇപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചാൽ നടക്കുക ചിലക്കാൻ നടക്കാൻ നിങ്ങൾക്ക്. മാഷാ അല്ലാഹ്, ഇന്നലെ CK സഖാഫി ഉസ്താദ് ഗ്രൂപ്പിൽ ഇബാറത്ത് സഹിതം തദ്ബീറും തസറുഫും തൗസീറൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കൊയിലാണ്ടി എന്ന് പറഞ്ഞ തൗഹീദ് മാവൂരെത്തിയപ്പം തേരുണ്ട് മാറിയിട്ടുണ്ട്. അതായത് കൊയിലാണ്ടിയിൽ പറഞ്ഞ തൗഹീദ് നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിൽ മുകളിൽ കേട്ടു. വടവൂർ ഷെയ്ഖിനെ തന്നെയാണ് രോഗം മാറ്റുക, ബദരീങ്ങൾ തന്നെയാണ് രോഗം മാറ്റുക എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഞങ്ങളൊന്ന് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ഒരാൾക്കും അതിൽ ഇടപെടലില്ല എന്നുള്ള രൂപത്തിലാണ് പ്രസംഗിച്ചത്. ഇന്ന് മഹാന്മാര് സബബാകുന്നു, കാരണമാകുന്നു, നിമിത്തമാകുന്നു. ഇതന്നല്ലേ മൊയന്തേ പേരോട് ഉസ്താദ് ഇത്രയും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അറബിയിൽ പോലും സബബാകുന്നു എന്ന് പറഞ്ഞതിന്റെ മലയാളം പേരോട് ഉസ്താദ് പറഞ്ഞാൽ പേരോട് ഉസ്താദ് വഹാബി. കാരണം നിമിത്തം എന്ന് പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു. മഹാന്മാര് അള്ളാഹു താല മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ മഹാന്മാര് രോഗം മാറ്റും. അതാ മഹാന്മാര് കാരണമാണ്, അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്
എന്ന് പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പേരോട് ഉസ്താദ് കാരണം മൗലവി നിമിത്തം മൗലവിയായി. എന്നാൽ അതേ സമയത്ത് ഈ മൊയ്ന്ത് ഇന്ന് പറയും നോക്ക്, അവന് ഉദാഹരണ സഹിതാണ് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന് മൊയ്സത്തുണ്ട്, ജീവൻ നൽകുന്നതിനും കാഴ്ചത്തെ ഇല്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നതിനൊക്കെ മൊയ്സത്തുള്ള ആളാണല്ലോ ഈസാ നബി അലൈഹി സ്വലാം. ആ ഈസാ നബി അലൈഹി സ്വലാം ഞാൻ സൃഷ്ടിച്ചു എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും അവിടെ അതതിൽ നിന്ന് വുജൂദ്, ഇല്ലായ്മയിൽ നിന്ന് ഉള്ള വസ്തുവിനെ ഉണ്ടാക്കുന്നതിന് അള്ളാഹു താലയിൽ മാത്രം, ആ ഹൽക്കുൽ ഖുദ്റത്ത് അള്ളാഹു താലയിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെ ഈസാ നബി പറഞ്ഞു കഴിഞ്ഞാലും ഈസാ നബിയുടെ റോൾ അവിടെ എന്താണ്? അത് ഉണ്ടാകാൻ കാരണമായി എന്നേ ഉള്ളൂ, അതിനെ രൂപകൽപ്പന ചെയ്തു, സബബായി എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുവുള്ളൂ എന്ന് തന്നെയല്ലേ മോന്റെ പേരോട് ഉസ്താദ് പറയുന്നത്. പേരോട് ഉസ്താദ് അന്നും ഇന്നും എന്നും അതന്നെയല്ലേ പറയുന്നത്. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുമ്പോൾ, അവരോട് മുഹീദ്ദീൻ ഷെയ്ഖിനോട്, ബദരീങ്ങളോട്, CM വലിയുള്ളാഹിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, അവർ രോഗം മാറ്റാൻ കാരണമാണ്. ഇപ്പൊ ഈ എന്താ പറഞ്ഞത്? സബബാണ്. സബബ് എന്നുള്ളതിന്റെ മലയാളം എന്താണ് മോന്റെ? എന്താണ് ഹംകേക്ക് പറ? എന്റെ എനിക്ക് ഈ ചോദ്യം CKM സഖാഫി ചോദിച്ചപ്പോ പണ്ട് സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ചെന്ന തൗഹീദല്ലേ ഇപ്പൊ ഇത്? ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദല്ലേ? ഈ തൗഹീദിൽ നിന്ന് ആരാണ് മാറിയത്? കൊയിലാണ്ടിയിൽ വെച്ച് 20-ാം തീയതി പറഞ്ഞ തൗഹീദ് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്നുള്ള ആ ചോദ്യം. അത് പറയാനുള്ള ധൈര്യമില്ല. കാരണം ആ തൗഹീദ് വൺ സൈഡ് ആണ്. അതേതാ തൗഹീദ്? മടവൂരിനെ പടച്ചോനാക്കിയ തൗഹീദാണ്. മൊബൈൽ വാദമാണ് തൗഹീദ്. ആ തൗഹീദിൽ അള്ളാഹ്ക്ക് റോളില്ല. എന്താണ്? മൊബൈൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുത്ത പോലെ അള്ളാഹു താല ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയ ആളായിട്ടാണ് പിന്നെ നിയന്ത്രണം, പിന്നെ കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല. അവന്റെ അതേ വാചകം കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല തൂത്തിൽ മുൽക്കമൻ തശാ, ഞാൻ സർവ്വതോണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തതിൽ വീണ്ടും അള്ളാഹു താലാക്ക് നിയന്ത്രണം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ, അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്ന്. ഏതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ. ശരിയാണ്, ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ ഓണാക്കണം, എപ്പോൾ ഓഫ് ആക്കണം, ആർക്ക് മെസ്സേജ് അയക്കണം, കിട്ടിയാളെ തീരുമാനിക്കുക, കൊടുത്ത ആൾക്ക് നിയന്ത്രണം ഇല്ല. അതുപോലെയാണ് അള്ളാഹു താല ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്താലെന്ന്. ഇന്നിപ്പോ പറഞ്ഞ തൗഹീദോ, ഈസാ നബിക്ക് അള്ളാഹു താല മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്, ഉണ്ടല്ലേ? ഉണ്ടതിന് അവരങ്ങണ്ട് ഹൽക്ക് ചെയ്ത് കൊടുത്തതാ. ആ ഹൽക്കുൽ ഖുദ്റത്തും കൂടി വിട്ടുകൊടുത്തിരുന്നോ? അവര് അള്ളാഹു താല അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്റെ മൊബൈൽ വാദത്തിലോ ഈ മൊബൈൽ വാദത്തുമ്പോ വണ്ടിമ കയറിയിട്ടല്ലേ സുനീർ പച്ചയായി പറഞ്ഞത്. ഞങ്ങളെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഔലിയാക്കൾക്ക് അള്ളാഹു താല കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കഴിവിൽ അള്ളാഹു താലാക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പച്ച കുഫ്രിയത്ത് അണികളോട് പറഞ്ഞപ്പോഴല്ലേ പേരോട് ഉസ്താദ് ഇതിന് ഈ ഒറിജിനൽ തൗഹീദ് പറയേണ്ടി വന്നത്. ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടി വന്നത്. ഇന്ന് ആ തൗഹീദ് തന്നെ മടക്കി പറയുകയാണ് ഈ ഹംക്ക്. കാരണം ഇവരുടെ തൗഹീദിൽ സുലൈമാന്റെയും കോമാന്റെയാണ് എല്ലാം, മുദബ്ബിറുല്ലാലാണല്ലോ ഓല്. ഓർക്ക് പിന്നെ മൊബൈൽ കൊടുത്ത മാതിരി അള്ളാഹു താല എല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്നത് ആ ഹംക്ക്. ഇവിടെ ചന്തയിലുണ്ടാവും, ഗ്ലോബൽ വില്ലേജിലുണ്ടാവും. അല്ല, ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോ പറയാണ് സബബാണ് മഹാന്മാര്, ആ കാലഘട്ടത്തിലെ സ്വാഹിബുൽ വക്തുകൾ സബബാകുന്നു എന്നുള്ളതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. കാരണമാകുന്നു, നിമിത്തമാകുന്നു എന്ന്. പേരോട് ഉസ്താദ് നിമിത്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹാബി, കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ വഹാബി. ഈ മൈൻഡ് സബബാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തൗഹീദുള്ളവനെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു കുഞ്ഞിരായും കുടിക്ക് ഇവൻ കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവൻക്ക് ഇത് അറിയാത്തതുകൊണ്ടല്ല. പേരോട് ഉസ്താദ് എന്ത് പറയണോ അതിന് വിപരീതം പറയണം. പേരോട് ഉസ്താദ് തൗഹീദ് പറഞ്ഞാൽ ഇവൻ കുഫ്രിയത്ത് പറയും. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ഇതിൽ ഒരു കുന്തും ഇല്ല. കാരണം ഇപ്പൊ മാറ്റി പറഞ്ഞു നോക്ക്. കൊയിലാണ്ടിയിൽ വെച്ച് ഇപ്പം പറഞ്ഞാൽ എന്താ, മുകളിൽ വീഡിയോ അല്ലേ? ആ വീഡിയോ എന്താ പറയുന്നത്? ബദരീങ്ങൾ തന്നെ രോഗം മാറ്റുന്നു, ഞങ്ങളെ മഹാന്മാരെ എന്തും പറയും, പടച്ചോൻ വരെ ആക്കും, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ചോദ്യമാണ് ഇപ്പത്. പേരോട് ഉസ്താദ് അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അപ്പൊ ആക്കുന്നു. പേരോട് ഉസ്താദ് സബബാകുന്നു പറഞ്ഞു, അപ്പൊ ഇവൻ പറയണ സബബാകുന്നു എന്ന് പറയാൻ പറ്റൂല, അവര് തന്നെ രോഗം മാറ്റുന്നു. ഇപ്പോ CKM സഖാഫിന്റെ ചോദ്യം കുറിക്കൊണ്ടപ്പോ അവിടെ വലിയ എന്ത് ചെയ്യുന്നു? കാരണം ഇവർക്ക് പറയേണ്ടി വരും, ഹൽക്കുൽ ഖുദ്റത്തും വലിയ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിലപ്പോ ഏതെങ്കിലും അന്തുള്ള ഒരു മോയെന്തെങ്കിലും മണ്ടക്കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. അപ്പോ മഹാന്മാര് അവിടെ സബബാകുന്നു എന്നുള്ളതാണ്. അതിനും തക്ബീർ വിളിയാണ്. കാരണം ഇത്രയും കാലം വിളിച്ചത് സബബാകുന്നു എന്നുള്ളതല്ല, അതൊക്കെ പഴയ തൗഹീദാണ്, അതിൽ നിന്നൊക്കെ ഞങ്ങൾ പിരിഞ്ഞു പോന്നിട്ടുണ്ട്, അതൊക്കെ ജാഹിലിയ കാലഘട്ടമാണ് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ആ ജാഹിലിയ കാലഘട്ടത്തിലെ ഇവൻ പറഞ്ഞ ആ തൗഹീദ് തന്നെ ഇപ്പൊ വീണ്ടും പറയേണ്ടി വന്നു. ഉളുപ്പ് എന്ന് പറയുന്ന നാണവും മാനവും ഈ വർഗത്തിനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നാണവും മാനവും ഉള്ളവർ, മറ്റേ സിദ്ദീഖ്റാങ്കായിട്ട് ഒരു പറഞ്ഞല്ലോ, ഒന്നിങ്ങി നാണം വേണം അല്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കോമാണ്ടിയും സുലൈമാന്റെയും കുളിച്ച വെള്ളത്തിൽ എന്തായാലും ഒരു നാണം മാനമില്ല, അവിടെ കുളിക്കരുത്. തൊഴിയൂരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം മാനം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. വേറെ എവിടെങ്കിലും സാധാരണക്കാരൻ കുളിച്ച വെള്ളത്തിൽ പോയി ഒരു തവണയെങ്കിലും കാട്ടുവളപ്പിൽ നൗഷാദ് ഒന്ന് മുങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക.